രാവിലെ കടലിൻ്റെ വൈബ്സ് തിരമാലയൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ ഒരാളെ കാണണം, ഒരു സാധനം കൊടുക്കണം. നമുക്ക് പോകുന്ന വഴിയേ. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ലാസ്റ്റ് ഡേ ഓഫ് ഗോവ ഡയറീസ്. ബംഗളൂരു ടു ഗോവ ട്രാവൽ സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്താ വെള്ളത്തിലിറങ്ങാം. ആ പിള്ളേർ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു വന്നു, അവരെണീറ്റിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ പിള്ളേർ എണീറ്റില്ല, അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോയാ. അച്ഛനോട് വരുന്ന വിളിച്ചാൽ പോകണം. ഗുഡ് മോർണിംഗ്. പോയി എപ്പോൾ ഇങ്ങോട്ടാണോ? അവനും വരുന്നുണ്ടോ? ആണോ? ഹലോ, ആരോടാ? വീട്ടിലാണോ? ഇതാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അടിക്കുന്നത്. ഉണ്ടോ? വെട്ടം കറക്റ്റായിട്ടില്ല, പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാം. സോറി, ചേട്ടനോട് മണ്ണൊക്കെ അടിച്ച് വൃത്തിയാക്കുമായിരുന്നു. ഞാൻ അതിനിടയിൽ കൂടെ വലിയ തിരക്കില്ലാന്ന് കണ്ടിട്ടാണ് മോളിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങി. പിള്ളേർ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത, ബാക്കി എല്ലാവരും രാവിലെ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാല് നനയ്ക്കണമെന്നുണ്ട്, പക്ഷേ മണ്ണ് കയറി കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കില്ലേ. പിള്ളേർ പോയിട്ട് വരുമ്പോഴത്തേക്ക് കാണാം. അതിന് കാര്യം എടുക്കാം അല്ലേ? നോക്കട്ടെ. കറക്റ്റ് ഓപ്പോസിറ്റ് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ പിള്ളേരൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ പതുക്കെ വന്നപ്പം ഒരു മണിക്കൂർ വൈകിപ്പോയി. ഇപ്പോൾ സമയം എത്രേ? അവിടെ 7:15, 7:18 കേട്ടോ. കറക്റ്റ് 5:45 ആയപ്പോൾ എൻ്റെ സെറ്റ് 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. 6:30 നടന്നതായിരുന്നു. പക്ഷെ അന്നേരം വെട്ടം കുറവാട്ടോ. അതിന് ഇതിൽ ഇത്ര വെട്ടം കിട്ടത്തില്ല. എന്നാലും കുറച്ചുകൂടി ഒരു ഇത് കിട്ടിയാണ്. ഇല്ലോ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അങ്ങ് അറ്റം വരെ നമുക്ക് പോവാം. ആരെങ്കിലും ഒരു നമ്മളിവിടെ കൂടെ വേണം എനിക്ക്. ഇല്ലെങ്കിൽ എനിക്ക് അത്രയും പേര് കിട്ടേ. ആ തിര തുടങ്ങിയത് കണ്ടോ, അവിടുന്ന് പിന്നെയും കുറച്ചും കൂടി അപ്പുറത്ത്. ആക്ച്വലി ഇതൊരു ഷാലോ ബീച്ചാട്ടോ, കുറേ ദൂരത്തേക്ക്. പക്ഷേ ടൈഡ് വരുന്നതനുസരിച്ച് അതിൻ്റെ ഇവിടെ ഒരാൾ ഇങ്ങനെ ഇടയ്ക്ക് റോണ്ട് ചെയ്യുന്നുണ്ട് ഒരു ജീപ്പിൽ. ടൈഡ് വരുന്നതനുസരിച്ച് പുള്ളി പറയും അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിക്കോ. എനിക്കറിയില്ല അവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്. തിരയുടെ വന്ന് അടിക്കുന്ന പോയിന്റിലാണെന്ന് തോന്നുന്നു അവർ ആഴം മനസ്സിലാക്കുന്നത്. ഇത് ബീച്ചിൽ കൂടെ ഒന്ന് നടന്നാലോ? ഐഡാ പിള്ളേർ എണീറ്റ് കാണുന്നുണ്ടോ? അമ്മ വരാവേ, വരാട്ടോ. I'll come there. I'll come. 2 minutes.
എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? RIP എവിടെ? വൈ നോ സ്വിം എന്നാണ് പറയുന്നത്. ഇതുണ്ടോ, ഒരു കാണാൻ പറ്റുന്നുണ്ടോ? ഡേഞ്ചർ ബോർഡ്, RIP കറന്റ് നോ സ്വിം സോൺ. ഹലോ 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 ഹലോ, എവിടെ പോവാണ്? സൺസ്ക്രീൻ ഇട്ടിട്ട്. അൽച്ചിക്ക് വെള്ളം വേണോ? പോണോ? ഇപ്പം ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തോടെ ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാണ്. ഒരു സ്ഥലം കൂടെ കാണാനുണ്ട്, ഒരു കയാക്കിങ്. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ മാത്രം തിരിച്ചു പോകും. ബാക്കി എല്ലാവരും നാളെ ടിക്കറ്റ് ചെയ്തുള്ളൂ. അയ്യോ അയ്യോ പണിയെന്നാ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടയില് അതിനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരണം. മച്ചു, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ കോള ബീച്ച്. കോള ബീച്ച് ഫോർ കയാക്കിംഗ്. എന്താ അവിടെ കയാക്കിംഗ്? ആ, ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടെ നിന്ന് ഐ തിങ്ക് 17 കിലോമീറ്റേഴ്സ്. 17 കിലോമീറ്റേഴ്സ്. എത്ര നേരം എടുക്കും? 45 മിനിറ്റ്സ്. 45 മിനിറ്റ്. 30 to 40 മിനിറ്റ്സ്. നമ്മളിപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ, എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഇപ്പം? ആ TT ആണല്ലോടാ, ഇൻ്റർവ്യൂ ആണോ? ഓക്കെ, അത് ശരി. ഒരു വാട്ടർ ബോട്ടിലുണ്ട്, വെള്ളമില്ല ആ വാട്ടർ ബോട്ടിനകത്ത്. എന്താണ് താങ്കൾക്ക് ഈ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ലൊരു ദിവസമാണ്. വളരെ നല്ല ദിവസമാണ്. ഇന്നലെ നല്ല ദിവസം, നാളെ അതിലേക്കാണ് നല്ല ദിവസമാണ്. നാളെ അടിക്കാൻ പറ്റുന്ന പറയരുത്, അഡൽച്ചൊല്ലിയായി പോയി കണ്ടന്റ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ മോശമായിപ്പോയി. അതാ മുണ്ടച്ചന്റെ വളരെ നല്ല ദിവസമാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതാണ് പോയിട്ട് ആ കയാക്കിംഗ് ചെയ്യണം. കയാക്കിംഗ് എങ്ങനെ പിന്നെ താമസിച്ച് വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതാണ് ചോദിച്ചത്. പ്രത്യേകിച്ചൊന്നും പറയില്ലെങ്കിൽ പെട്ടെന്ന് പോയി തിരിച്ചു വരാൻ. എല്ലാത്തിനും ഞാൻ തന്നെയാണ് ഉത്തരവാദി. എവിടെയാ നമ്മൾ നിൽക്കുന്നതെന്ന് പറയാം. എവിടെയാ നമ്മളിപ്പോൾ എവിടെയാ? ഗോവയിലെ സ്ഥലം. ഇതാണ് ക്യാമറാമാൻ. ക്യാമറാമാൻ്റെ പേരെന്താ? ക്യാമറാമാൻ ഇത്രയും നേരം ക്യാമറ എടുത്ത് ആരാ? അക്കു ചച്ച. ഇതാണ് അക്കു. അലീഷ വെരി സൈഡാ. എന്തുട്ടാ താമസം എന്താ? കാർബേജി എല്ലായിടത്തും ബ്ലൂടൂത്ത് ഫുള്ളും മണ്ണാണല്ലോടാ. എന്നിട്ട് എല്ലാരും നടന്നു പോവാ. ഇവിടെ നിന്ന് ചോദിക്കണ്ടേ? അല്ല നടന്നു പോവാൻ പോയി തുടങ്ങി. ഇതൊക്കെ ചത്തു പോത്തേ ഉള്ളൂ ഇതിന് പോയാൽ. ബാക്കിൽ ആരൊക്കെയുള്ള? ഒന്നും ഓണായിട്ടില്ലേ? ഓണായിട്ടുണ്ട്. ആരൊക്കെ ബാക്കിലുള്ള? കാണുന്നില്ല. 4 പേരുണ്ടോ? 1 2 3 4. ആ ഓക്കെ ഗോസ്ലോ 1 കിലോമീറ്റർ എടാ വാപ്പസ് വരുവാടാ. വാപ്പസ് വരും. 100 രൂപ അങ്ങോട്ടും 100 രൂപ ഇങ്ങോട്ടും 200 രൂപ ഇങ്ങോട്ട് നടന്നു വരാം. ഇങ്ങോട്ട് നടക്കാൻ പറ്റില്ല. ഞങ്ങൾ വണ്ടി വന്നോളാം.
വെരി അല്ല ഡിഫിക്കൽട്ട്. പുള്ളി വെയിറ്റ് ചെയ്യില്ലേ? വെയിറ്റ് ചെയ്തില്ലെന്നാ, ഇവര് തിരിച്ചു പോകും. ഇവര് ഞാൻ ട്രിപ്പ് അവിടെ അടിച്ചോണ്ടിരിക്കുക. എങ്ങനെ വിളിക്കുന്ന നേരം? അപ്പൊ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുക. സ്വന്തം വണ്ടി ഇറക്കിക്കൊണ്ട് പോയിക്കുന്നു. സ്വന്തം വണ്ടി പോകണം. അല്ല കാണുന്നില്ല ശരിക്കും. കൊണ്ടുപോയതൊക്കെ പറഞ്ഞു പോയിരുന്നല്ലേ? കോമ്പസ് കൊണ്ടുപോയ ആ അതെ 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 പറത്തായിരുന്നു കോമ്പസ്. ജീപ്പ് കോമ്പസ്. ആ കൊണ്ടുവരൂല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയുന്നേ. എന്തിനാ 4x4 മേടിച്ചേ? എനിക്കറിയത്തില്ലേ 4x4 ആണ് അച്ഛാ. ഞാനോട് പറയാലോ 4x4 ചെളി പറ്റുന്നു. ചെളി പറ്റും, കല്ലടിക്കും. എനിക്കൊന്ന് 2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നല്ല, 1.5 കിലോമീറ്റർ കാണുമായിരിക്കും. നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല, നിറയ്ക്കാൻ ഉറപ്പായിരുന്നു. നടന്നു പോകുന്ന പോലെ മണ്ടന്മാർ. ഞാൻ വെച്ചേക്കോ, പിടിച്ചിട്ടാണ് നോക്കി എടുക്കുന്നത്. എടാ ഇന്ന് നമ്മൾ റെന്റ് സ്കൂട്ടർ എടുക്കുമെന്ന് പറഞ്ഞല്ലേ? ഞാനാ പറഞ്ഞേ, ഞാൻ മറന്നുപോയി. ഇതെന്നാ റോഡാണത്? ബീച്ച് എത്തിയോ? ഓ എത്തി എത്തി എത്തി. പ്രൈവറ്റ് വണ്ടി ഉണ്ടോ? പ്രൈവറ്റ് വണ്ടി വരുന്നുണ്ട്. ഇല്ല ടെമ്പോ വരുന്നുണ്ടാ. ടെമ്പോ ഒക്കെ വന്നു കഴിഞ്ഞാ നേരത്തെ വീണില്ലേ നമ്മള്? മുട്ടൊക്കെ പൊട്ടിയില്ലേ കേട്ടോ? ഇവിടുന്ന് താഴോട്ട് ഇറക്കണോ? സ്റ്റെപ്പാ കുഴപ്പമില്ല, മറ്റു വലിയ കുഴപ്പമില്ല കേട്ടോ. നീ വീഴണേ. കോള ബീച്ച് ഇത്രയും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തുവാ? 1500 രൂപ. 1500 പെർ ഹെഡ് അല്ലേ ഒരാൾക്ക്? നമ്മൾ ഇങ്ങോട്ട് വന്നേനെ ഒരു 10 മിനിറ്റ് വണ്ടി ഓടിച്ചതിന് 1500 രൂപ. എന്താ ലാഭം അല്ലേ? 10 മിനിറ്റ് വണ്ടി ഓടിച്ചതിന് 1500 രൂപ. അവര് നല്ല 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 വഴി കാണിച്ചു തന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം നടക്കേണ്ടി വന്നേനെ. സ്റ്റെപ്പിറങ്ങി നമ്മളിത് ബീച്ചിൽ പോട്ടോ. അയ്യോ അപ്പൊ കായ്ക്കിങ് ഇവിടുന്നാണോ? ഓ എത്തി എത്തി കേട്ടോ. 2 സ്റ്റെപ്പ് കൂടെ ഉള്ളു. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് എൻ്റെ ഫുഡൊക്കെ അടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പോയി കായ്ക്കിങ് ഒക്കെ ചെയ്തിട്ടോ. എന്തായാലും കൊച്ചുങ്ങളെ കയറ്റത്തില്ല അല്ലേ? കുഞ്ഞു പിള്ളേരെ കായ്ക്കിങ്ങിന് കയറ്റുമോ? നോ സ്വിം സോൺ ശരിയാണല്ലോ. പാറയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അല്ല കയാക്കിങ്. ഇതാണ് കോല ബീച്ച്. പിള്ളേരെല്ലാം അവിടെ ഇരുന്ന് ബീച്ച് ടോയ്സ് എടുത്ത് കളിക്കാം. അത് നടന്നോ അവളെ പിടിച്ച് പതുക്കെ ഇറങ്ങണേ. വേണ്ടോ? നല്ല വ്യൂ ആ, ഇതിലെ വ്യൂ ആ. താഴെന്നാണ് എനിക്ക് തോന്നുന്നു കറണ്ട് വേവ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ദോ നിൽക്കുന്നു. ഹായ് പറഞ്ഞോ? ആ നോക്കട്ടെ അലീഷ. വാവ് കിടും. നടന്നോ 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 നടന്നോ. ആ ആ കൊച്ചിന് ചെരുപ്പ് എന്തിയേ? ചെരുപ്പ് ഊരിയോ? കണ്ണ് കാണുന്നില്ലേ കണ്ണിട്ട് വെച്ചിട്ട്? ഇങ്ങോട്ട് 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 വാ. ദേ കായക്കിങ്ങിൻ്റെ ബോട്ടൊക്കെ വെച്ചേക്കുന്നുണ്ടോ? അലീഷു ബാ 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 ബാ. അമ്മ ഫോട്ടോ എടുത്തു ബാ. ദേ അപ്പ ബോട്ടിൽ കയറാൻ പോവാ കണ്ടോ? കായക്കിങ് ചെയ്യാൻ പോവാ. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ബാ അവിടെ 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 ഓടിയോ ഓടിയോ. റോ 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 യു ബോട്ട് gently down the stream, merrily 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 life is just a dream. ചെരുപ്പ് ഇവിടെ ഇട ഇവിടെ ഇട. Wow, തുഴഞ്ഞോ തുഴഞ്ഞോ. Row row your boat gently down the stream. If you see a crocodile, don't forget to അതൊന്നും വരില്ല. തൊഴി തൊഴി. Don't forget to scream.
തൊഴയാൻ പറ്റുന്നുണ്ടോ? 2 കൈ അപ്പുറത്തിട്ട്, 1 കൈ അപ്പുറത്തും 1 കൈ ഇപ്പുറത്തും ഇട്ട്. കഴിഞ്ഞോ? കഴിഞ്ഞോ രണ്ടുപേരും? കഴിഞ്ഞോ? കഴിഞ്ഞോ? കൊടുക്കൂടാ മിന്നുന്. എന്തു ഇത്? അതാണ് തൊഴ. അതാണ് തോഴ. അയ്യോ അവിടെ ഉണ്ടല്ലേ ശരിക്കും അവിടെ. നമുക്ക് എങ്ങനെയാ കാക്കിങ് പോകുന്നതെന്ന് നോക്കിയിട്ട് ഓടി വരാം. ഇതെല്ലാവരും ക്യൂവിലാണ്. എന്താണ് താങ്കൾ ക്യൂവിലാണോ? ഒരു ബസ് എടുപ്പുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് പോവാം. ഇത് അഡ്വഞ്ചറസ് അല്ല, കടലിലെ നാളെ ഞാൻ നിന്നെ കൊണ്ടുപോവാം. സ്റ്റാൻഡിങ് നാളെ പോയി നമുക്ക് പോവാം. ഓയും വേറെ ആരെങ്കിലും നമുക്ക് 2 വട്ടം ഞാൻ കണ്ടപ്പോഴും ഇവിടെ റേഞ്ച് കിട്ടില്ല, അതാണ് എല്ലാവരും നോക്കുന്നത്. കാശ് കൊടുക്കണം. ഗൂഗിൾ പേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ചും ഇല്ല. കടലിനക്കരെ പോണോരേ, കാണാപ്പൊന്നിന് പോണോരേ. ഇവിടെ വെയിൽ മാറി കുറച്ചങ്ങോട്ട് എവിടെയെങ്കിലും. ആ ഇവിടെ വെയിൽ നമുക്ക് അങ്ങോട്ട് എങ്ങോട്ട് ഉണ്ടോ? എന്നാ ഓക്കെ ഓക്കെ. ഈ ബോട്ട് അവർ എടുക്കുന്നില്ലേ? ഓയേ നോക്കിയേ, തിരിഞ്ഞോ. ഓയേ സ്ഥലം എവിടെയാ? ഇതാണോ കോല ബീച്ച്? ബീച്ച് എവിടെ? ബീച്ച് ബാക്കിലാ? ഓക്കെ ഓക്കെ. ഓഹോ ഹൈ ഹൈ ഹൈ. ഒരാൾ പറഞ്ഞാൽ മതി. ഫുള്ള് ടാസ്ക് ഏറ്റെടുത്ത്. നീ പതുക്കെ വെയിറ്റ് ചെയ്യ്. ദൈവമേ, എടാ ഇത് കടലിൽ കൂടെ ഒക്കെ പോകുന്നത് വൻ റിസ്ക്കാ കേട്ടോ. വീണ് കഴിഞ്ഞാൽ വീണതാ. ജാക്കറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്തിപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഇപ്പോൾ വീണല്ലോ, തിരിഞ്ഞല്ലോ. തിരിച്ചേ നിൽക്കേ സ്പീഡ് കൂട്ടട്ടെ. ബാക്ക് എടുക്കാം, ഞാൻ ബാക്ക് എടുക്കാം. ഞാൻ സൈഡിലോട്ടാക്കുക. എടാ അമ്മ ഇടിക്കാൻ വരികയാണോ? ഗൈസ് റിലാക്സ്. അവിടെ അടിയാ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ചുമ്മാ വെള്ളത്തിൽ വീണിട്ട് കഴിയില്ല.
പോകത്തില്ല, വീടല്ലേ? പോകുന്നില്ല. ഇങ്ങനല്ലേ? ആ സൈഡ് കല്ല കേട്ടോ, ഈ ലെഫ്റ്റ് സൈഡ് എല്ലായിടത്തും കല്ലാന്ന് തോന്നുന്നു കേട്ടോ. കുട്ടി തരിക. ഇത് വെനക്കേടാ, തിരിച്ചു പോയാലോ. ഇവിടെ നല്ല വെള്ളമുണ്ട്. കുറച്ചുകൂടെ പോയിട്ട് യൂട്ടേൺ ചെയ്യാം. നോ ടെൻഷൻ, പതുക്കെ മതി. റൂണി ഒറ്റയ്ക്കാ തൊഴിയുന്നത് കേട്ടോ. ഓയേ ട്രാഫിക് ബ്ലോക്ക് ആയോ? നീ എന്ത് ചെയ്യും? ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആയി, പിള്ളേരെ ഇടിച്ചിട്ട് നമ്മളെ. Guys, please clear the traffic. Okay, thank you so much. Madhav ji, pop. തിരിക്കാം. ഇവിടെ തന്നെ പാട് കൊടുത്തു. കോൺഫിഡൻസ് പോയി. നിങ്ങളും കൂടി തിരിച്ചു വന്നിട്ട് നിങ്ങളും കൂടി വാടാ. കാര്യം മനസ്സിലായി. വി നോ ഹൗ ടു ഡു ഇറ്റ്. ഇവിടെ ഭയങ്കര പത്തനം മുട്ടലുണ്ടാ. അവർ താങ്ക് യു. അയ്യോ പോയ എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തു. നമ്മൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. Guys, what are you doing there? Guys, what are you doing there? Tired.
റോഡിങ് വീഡിയോ, ഓഫ് റോഡിങ് വീഡിയോ. ഓഫ് റോഡ്. ഇത് മറ്റേ തൊഴിലുറപ്പിന് വണ്ടിയിലേക്ക് ആൾക്കാർ കൊണ്ടുപോയില്ലേ? ഇനി വേഗം ഞാൻ പാട്ട് പാടിക്കോ. മനുഷ്യരാകണം. അപ്പം ബൈ ബൈ. പാലോലം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്യാബ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അല്ലേ, പിള്ളേരെ റെഡിയാക്കിയിരുന്നെങ്കിൽ മൊബൈൽ നോക്കി ഇരിപ്പുണ്ട്. എങ്ങോട്ട് പോകാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സങ്കടമാണ്. അവർക്ക് മനസ്സിലായി ഏതാണ്ട്, അല്ലേ അച്ഛാ? വെയിറ്റ് ചെയ്യാൻ അവിടുന്ന് ലോക്ക് ശരിയാക്കാം. അപ്പം നല്ലൊരു അടിപൊളി ടൂറായിരുന്നു. ബൈ. ഇനി ക്യാബ് വന്ന് നേരെ എയർപോർട്ടിലേക്ക് 11:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു നേരമാവും, ഇന്ന് രാത്രി. ഓക്കെ, ഇവിടെ എനിക്കൊന്ന് 2 മണിക്കൂർ, 1.5. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 1.5-1.25 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ക്യാബിൽ. ഡബോലിം എയർപോർട്ടിൽ നിന്ന് പലോലം ബീച്ചിലേക്ക് 1.25 അടുപ്പിച്ചുണ്ട്. 1.5-1.25 അടുപ്പിച്ചുണ്ടായിരുന്നു. അത് വലിയ ട്രാഫിക് ഇല്ലായിരുന്നു എന്നാലും, പക്ഷേ ഇടയ്ക്ക് ചില സ്ഥലത്ത് നമ്മുടെ ഓൾഡ് NH ഹൈവേയിൽ അവിടെ കുറച്ചൊക്കെ പണി നടക്കുന്നില്ല, കുണ്ടുകുഴിയായിട്ട് നടക്കുക. പണിയല്ല ആക്ച്വലി, കുണ്ടുകുഴിയായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഞങ്ങളൊന്ന് ഡിലേ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചൊന്ന് സ്പീഡ് കുറച്ചു. അല്ലാതെ പുള്ളി ഒന്ന് കത്തിച്ച് വന്നാൽ പിന്നീട് കത്തിച്ച് ലോക്കാവുന്നില്ല. നോക്കട്ടെ. അപ്പം ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഇറങ്ങുകയാണ്. ബൈ ബൈ. പെറ്റി ലോക്ക് ചെയ്യണം, ഇറങ്ങണം. ബൈ ബൈ.